പ്രൈസലോ കർത്താവിന്റെ അതിപരിസ്ഥമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുകയാണ്. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 34 സങ്കീർത്തനം അതിന്റെ 19 വാക്യം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. വിശ്വാസികളിൽ 95% ജനങ്ങൾക്കും ഈ ദൈവവചനം കാണപ്പാടമാണ്. കാരണം അവർ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഈ വചനം വായിച്ച ഒരു ആശ്വാസം കണ്ടെത്താറുണ്ട്, ദൈവത്തിന് സന്തോഷിക്കാറുണ്ട്, കഷ്ടതയെ മറക്കാറുണ്ട്, പ്രതിസന്ധികളെ തരണം ചെയ്യാറുണ്ട്, പരിശോധനകളെ പരീക്ഷകളെ അതിജീവിക്കാറുണ്ട്. അത്രമാത്രം മനുഷ്യന്റെ ഹൃദയസ്പർശിയാണ് ഈ വചനം എന്ന് പറയുന്നത്. സ്തോത്രം. അത് പ്രാർത്ഥനയോടെ വായിക്കണം, ധ്യാനത്തോടെ വായിക്കണം, വളരെ സമർപ്പണത്തോടെ ദൈവവചനമാണെന്നുള്ള ചിന്തയോടെ വായിക്കുമ്പോഴാണ് ഹല്ലേലൂയ ആ വചനം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. രക്തം ചെയ്യും. നിങ്ങളെങ്ങനെ വായിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് പറയാൻ കാരണം ഞാൻ ഈ വചനം വളരെ സന്തോഷത്തോടെ വായിക്കുകയും ധ്യാനിക്കുകയും എന്നെ വളരെ സ്പർശിക്കുകയും ചെയ്ത വചനമാണ് ഇതൊക്കെ. കഴിഞ്ഞ ചില നാളുകളായിട്ട് വളരെ ശാരീരികമായ ക്ഷീണാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ വചനം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ആത്മാവിന് ബലം തരാറുണ്ട്. കാരണം ദൈവം മുന്നമേ എന്നോട് പറഞ്ഞു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അപ്പൊ ആ ഉറപ്പെന്നിലേക്ക് വരികയാണ്. സ്തോത്രം. എന്നിട്ട് ദൈവം പറയുകയാണ്, സ്തോത്രം, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അപ്പൊ നമ്മുടെ അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിലും അതിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കും എന്നുള്ളൊരു വാഗ്ദത്തം മനസ്സിൽ വരുമ്പോൾ നമ്മൾ ഈ പ്രശ്നത്തെ അതിജീവിക്കും. നിങ്ങൾക്കതിന് കഴിയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യൻ ഈ ഭൂമിയിലില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ഓരോ ദിവസവും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഇനി തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ വാഗ്ദത്ത വചനങ്ങളെ നിങ്ങൾക്ക് തരുന്നത്. രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവജനത്തിന്, ദൈവ മക്കൾക്ക്, വീണ്ടെടുക്കപ്പെട്ട കൂട്ടത്തിന് എന്ന് പറഞ്ഞാൽ പാപത്തെ ഉപേക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ മക്കളായി ജീവിക്കുന്നവർക്ക് ഹല്ലേലൂയ ദൈവം നൽകിയ അതിപ്രധാനമായ പേരാണ് നീതിമാൻ എന്ന് പറയുന്നത്. സ്തോത്രം. കർത്താവ് നമ്മെ നീതിമാനായി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ, നീതിമാനായി കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ സന്തോഷിക്കണം. ഈശ്വരോ, ലോകത്തിൽ ആരും നമ്മെ നീതിമാൻ എന്ന് പറയത്തില്ല. ലോകത്തിന് നമ്മെ നീതിമാനാക്കാൻ കഴിയത്തില്ല. അവരിപ്പോഴും നമ്മുടെ അനീതി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നമ്മൾ നീതിമാനാണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? വാക്ക് കേൾക്കുമ്പോൾ, നിങ്ങൾ നീതിമാനാണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ നീതിമാനെന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ അനീതിയെ മുഴുവൻ നിങ്ങളുടെ ജീവിതം നീക്കിക്കളയണം. പ്രൈസ്. അനീതിയുടെ ഒരു അംശം പോലും നിങ്ങളുടെ ജീവിതത്തിൽ വസിക്കാൻ പാടില്ല. നിങ്ങളത് കുടിയിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അതിനെ എടുത്ത് പുറത്ത് കളയണം. രക്തം ചെയ്യാം. അപ്പം ദൈവം നമുക്ക് നൽകുന്ന നല്ല പേരാണ് നീതിമാൻ. ഹല്ലേലൂയ. ഇപ്പൊ നീതിമാൻ എന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? നീതിമാൻ എന്നാൽ എന്താണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് ചുരുക്കം വാക്കുകൾ നമ്മൾ ചിന്തിച്ചാൽ, നീതിന്യായങ്ങളിൽ പ്രിയം വെച്ച് അതിപ്രകാരം നടക്കുന്നവരെയാണ് നീതിമാൻ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവചനം ആകുന്ന നിയമത്തിനകത്ത്, വ്യവസ്ഥയ്ക്കകത്ത്, ഹല്ലേലൂയ, ആ നീതിയുടെ വചനങ്ങളെ അനുസരിച്ച് ആ വ്യവസ്ഥയിൽ നടക്കുന്നവരെയാണ് നീതിമാൻ എന്ന് പറയുന്നത്. വചനത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് നീതിമാൻ എന്നുള്ള അർത്ഥം. അപ്പൊ ഓരോ മനുഷ്യനോടും നീതിയെക്കുറിച്ച് ഉപദേശിക്കുവാൻ കർത്താവ് പറയുക. ഈ ഭൂമിയിലെ കർത്താവ് പറയുന്നത് സകല ജനത്തോടും നീതിയെക്കുറിച്ച് ഉപദേശിക്കണമെന്നാണ്. മനുഷ്യൻ സ്വയം നീതീകരിച്ച് നീതിമാനാണെന്നൊക്കെ അവകാശപ്പെടുന്നവരുണ്ട്. പക്ഷെ അവർ മുഴുവൻ അനീതി നിറയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവജനം നീതിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്, നീതി വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നത്.
നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളിലുള്ള അനീതിയെ വെളിപ്പെടുത്തി തരുന്നത് എന്താണ്? നിങ്ങൾ സ്വയം നീതിമാനായി ചമയാതെ നിങ്ങളുടെ ഉള്ളിൽ അനീതി നീക്കിക്കളഞ്ഞ് ദൈവത്താൽ നീതീകരണം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് രക്തം ചെയ്യാം. അതുകൊണ്ടാണ് ഈ നീതീകരണത്തെ കുറിച്ച് ദൈവത്തിന്റെ ദാസിദാസന്മാർ വിളിച്ചു പറയുന്നത്. പിന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾ നീതിമാനായിട്ട് വരണമെങ്കിൽ ദൈവവചന അടിസ്ഥാനത്തിൽ ദൈവിക വ്യവസ്ഥയിൽ ജീവിക്കണം. പ്രൈസ്. യഥാർത്ഥ നീതിനായ വ്യവസ്ഥ എന്ന് പറയുന്നത് ദൈവവചനമാണ്. പ്രൈസ്. ഹല്ലേലൂയ. അപ്പൊ നീതിയുടെ ശബ്ദം എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ മനസാക്ഷി, നമ്മുടെ ഹൃദയം, ഹല്ലേലൂയ, സ്തോത്രം. ആ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനങ്ങൾ വസിക്കണം. നമ്മുടെ നീതിയുടെ മനസ്സ്, നീതിയുടെ ഹൃദയം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ കർത്താവിന്റെ വചനങ്ങളെ കൊണ്ട് നിറയ്ക്കണം. നീതിയെക്കുറിച്ച്, ന്യായങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 16:8 വായിക്കുന്ന പോലെ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി തരുമെന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ മനസ്സിനകത്ത്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടായിരിക്കണം. രക്തം ചെയ്യാൻ നിങ്ങൾ അതിൽ ശ്രദ്ധയുള്ളവനായി അതിൽ നിങ്ങൾ ദിനംതോറും പഠിച്ച് ദൈവവചനത്തോട് ചേർന്ന്, സ്തോത്രം, നിങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കി, സ്തോത്രം, ദൈവസനെ സമർപ്പിക്കണം. രക്തം ചെയ്യും എല്ലാ ദിവസങ്ങളും. പ്രൈസ്. അനീതി എന്ന് പറയുന്ന കൺമുമ്പിൽ വരും. അനീതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷേ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ നീതിയെ പിന്തുടരണം. നീതിയെ നിങ്ങൾ അനുഗമിക്കണം. പ്രൈസ്. ഹല്ലേലൂയ. ഇവിടെ വചനം പറഞ്ഞ നീതിമാന്മാർക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ സദൃശവാക്യം മുഴുവൻ വായിച്ചാൽ കാണുന്നത്. നിങ്ങൾ സദൃശവാക്യം എന്ന് പറയുന്ന വേദപുസ്തകത്തിനകത്തെ ആ അധ്യായങ്ങൾ 31 നിങ്ങൾ വായിക്കണം. സ്തോത്രം. അതിനകത്ത് മുഴുവൻ പറയുന്ന നീതിയുടെ അനുഭവങ്ങളെ കുറിച്ചാണ്. ഒരുവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, ദൈവത്തെ അറിഞ്ഞ് ദൈവവ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ മനുഷ്യന് ലഭിക്കുന്ന നീതിയുടെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അതിൽ രേഖപ്പെടുത്തുന്നത്. രക്തചയം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നാം വായിച്ച വചനമെന്ന് പറയുന്നത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ യഹോവനെ വിടുവിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഈ വചനം ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടുക്കി അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ് നാം വായിച്ചത്. ദൈവം തന്റെ ജനത്തെ വിടുവിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അബീമേലെക്കിന്റെ മുമ്പിൽ നിന്ന് ദാവീദിന്റെ ചില പ്രവർത്തികൾ കൊണ്ട് ദാവീദ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ദാവീദ് പാടിയ സങ്കീർത്തനമാണ് ഈ 34 സങ്കീർത്തനങ്ങളൊക്കെ പറയുന്നത്. എന്ന് പറയാൻ നീതിമാന്മാർക്കുള്ള പദവിയെ കുറിച്ചാണ് 34 സങ്കീർത്തനം അതിന്റെ 15 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രക്തം ചെയ്യും. ദൈവജനം വായിക്കുന്ന മനസ്സിൽ ദൈവം എപ്പോഴും തന്റെ മുഖം ദുഷ്ടന്മാർക്കെതിരെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. അവരുടെ നാശം അപ്രതീക്ഷിതമായിരിക്കും. പ്രൈസ്. അല്ലെങ്കിൽ ദൈവം തന്റെ മുഖം എപ്പോഴും ദുഷ്ടന്മാർക്കെതിരെ തിരിച്ചു വെച്ചിരിക്കുന്നു. അവരുടെ നാശം അപ്രതീക്ഷിതമായിരിക്കും. നിലയാത്ത നാഴിയിൽ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർക്ക് നാശം വന്ന് ഫലിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അനീതിയുടെ കൂടി കുതിച്ച് അനീതിയുടെ ഇഷ്ടപ്രകാരം അനീതിയെ ആഗ്രഹിച്ച് ഈ ലോകത്തിന്റെ വെറുക്കൂത്തിൽ അകപ്പെട്ട് ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ ദുഷ്ടത പ്രവർത്തിച്ച് നടക്കുന്ന സകലരോട് ഞാൻ പറയട്ടെ, നിന്റെ നാശമേറ്റവും അടുത്തിരിക്കുക. അത് നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്റെ ജീവിതത്തിലേക്ക് വന്നുകൂട്ടും. അതിനു മുമ്പ് നീ സകല അനീതി ഉപേക്ഷിച്ചിട്ട് നീ ദൈവത്തിനെ കടന്നു വന്ന് നീതിമാനായി നിർമ്മലനായി നീ ജീവിക്കുന്നെങ്കിൽ നിനക്ക് ജീവിതത്തിൽ മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിയും. രക്തം ചെയ്യും. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ നീതീകരണം പ്രാപിക്കണം. രക്തം ചെയ്യും. അപ്പൊ ഈ ദൈവത്തിനും പറയുമ്പോൾ സംഗീത പുസ്തകം അല്ലെങ്കിൽ 34 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നീതിമാന്മാർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങൾ അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയാം, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിനും യഹോവനെ വിടുവിക്കും.
എന്ന് പറഞ്ഞാൽ 17 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ 19 വാക്യങ്ങൾ വായിക്കും 3 വിധ കഷ്ടതകളും അവയുടെ അനുഗ്രഹങ്ങളും ഇവിടെ പറയുക. അതുമൂലം നാം പ്രാർത്ഥനയിൽ നാം ഒരുക്കപ്പെടണം. നാം ദൈവശബ്ദം കേൾക്കാൻ ഇടവരുന്നു, അല്ലെങ്കിൽ ഇടയാകത്തക്ക നിലയില് നാം സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവവചനം ധ്യാനിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവിക സന്തോഷം കൊണ്ട് നിറയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പല ആളുകൾക്കും ദൈവത്തിന് സന്തോഷമില്ല, ദൈവസന്നിധിയിൽ ആനന്ദമില്ല, ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ പലവിധമായ വിഷയങ്ങളും ഭാരങ്ങളും ഏറ്റെടുത്ത് പലരും ജീവിതത്തിൽ നിരാശിതരാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിനകത്ത് നീ നിരാശപ്പെട്ടിരിക്കുവാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കടന്നു വന്നേക്കാം, പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം, നിന്റെ ജീവിതത്തെ തളർത്തിക്കളയുന്ന വിധത്തിലുള്ള വെല്ലുവിളികൾ നിനക്ക് നേരെ കടന്നു വന്നേക്കാം. പക്ഷെ നീ എവിടെ തകർന്നു പോകാതെ ദൈവം നിനക്ക് തന്നിരിക്കുന്ന വചനത്തിനകത്ത് നീ ഉറച്ചിരിക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. വചനമാണ് നിന്നെ നടത്തുന്നതെങ്കിൽ, വചനമാണ് നിന്നെ നയിക്കുന്നതെങ്കിൽ, വചനത്തിന്റെ വ്യവസ്ഥയിലാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ നീ എങ്ങും പരാജയപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതായ ദൈവവചനത്തിന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സ്ഥാനം കൊടുക്കണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾ നിലയിൽ ദൈവം പ്രവർത്തിക്കും. നീ സങ്കടപ്പെടുന്ന വിഷയത്തിന് ദൈവം പ്രവർത്തിക്കും. നീ കണ്ണുനീർ തൂകുന്ന വിഷയത്തിന് ദൈവം പ്രവർത്തിക്കും. നീ മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന ജീവിതം ഇനി എന്തു ചെയ്യുമെന്നൊക്കെ ഓർത്ത് നീ ഭാരപ്പെട്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെ എല്ലാ വഴികളും എല്ലാ പഴുതുകളും നിന്റെ മുമ്പിൽ അടഞ്ഞിരിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ നീ അതൊന്നും ഓർത്ത് ഭാരപ്പെട്ടു പോകണ്ട. നിനക്ക് മുമ്പിൽ പുതുവഴി തുറന്നു തരുവാൻ യേശു ക്രിസ്തു ശക്തനാണ്. വിശ്വസിക്കുന്നെങ്കിൽ ആ കരങ്ങളൊക്കെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നീ കരഞ്ഞ നാളുകളുണ്ട്, നീ കരഞ്ഞ നാളുകൾ, നീ വിലപിച്ച നാളുകളുണ്ട്. നിന്റെ കണ്ണിലെ ഓരോ കണ്ണുനീരും അവന്റെ തുരുത്തിയിലുണ്ട്. അതവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര, നീ ഭാരപ്പെട്ടു പോകണ്ട. സഹോദരി, നീ ഭാരപ്പെട്ടു പോകണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ സമയമായി. ഹല്ലേലൂയ. ലോകം നിന്നെ കുറ്റപ്പെടുത്തിയേക്കാം, ലോകക്കാരി നിന്നെ കുറ്റപ്പെടുത്തിയേക്കാം, അധികാരികളുടെ ഭാഗത്തുനിന്ന് നിനക്ക് നീതി കിട്ടാതെ വന്നേക്കാം. നീ കൂടി വരുന്ന സമൂഹത്തിൽ നിന്നെ തള്ളിയേക്കാം, നിന്റെ കുടുംബത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം. എല്ലാവരും നിന്ദകളും കഷ്ടങ്ങളും അപമാനങ്ങളും സഹിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നീ ദൈവത്തിന്റെ വചനത്തിനകത്ത് നിൽക്കുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായി ദൂത്, നീ കടന്നു പോകുന്ന സകല അനർത്ഥങ്ങളും ദൈവത്തിനെ വിടിവിക്കുവാൻ ശക്തനാണ്. രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ ആ കരമൊക്കെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് രക്തം ചെയ്യും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോടൊക്കെ സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവ് ചിലരോടൊക്കെ പറയുന്ന ദൂത്, നിന്റെ പ്രതിസന്ധികൾ മാറാൻ സമയമായി, നിന്റെ പ്രശ്നങ്ങൾ മാറാൻ സമയമായി, നിന്റെ തകർന്ന ജീവിതത്തെ പുതുക്കി പണിയാൻ ദൈവത്തിന് സമയമായി. അല്ലൊരു നിന്റെ നഷ്ടങ്ങളെ മാറ്റി നിന്റെ ലാഭത്തെ ദൈവം നിന്റെ മുമ്പിൽ തരാൻ പോകുകയാണ്. നീ കഴിഞ്ഞ കാലങ്ങൾ എവിടെയെല്ലാം പരാജയപ്പെട്ടു, ആ പരാജയത്തെ മാറ്റി നിന്റെ മുമ്പിൽ ചില വിജയ സാധ്യതകളെ ദൈവം തരാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും കേട്ടോ. നീ തകർന്നു പോകരുത്. രക്തം ചെയ്യും. നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും മനുഷ്യൻ തകർന്നു പോകാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നീ തകർന്നു പോകരുതെന്നാണ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയം തകർന്നു കഴിഞ്ഞാൽ, നിന്റെ മനസ്സ് തകർന്നു കഴിഞ്ഞാൽ, ഒരുപക്ഷെ അതുകൊണ്ട് നിന്റെ ജീവിതം പോലും തകർത്ത് കളയുവാൻ നിനക്ക് സാധിച്ചേക്കാം എന്ന് വരാറുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുള്ള അനവധി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവി പ്രഭാതത്തിൽ പറയുന്ന ശക്തമായി ദൂത്, നിന്റെ ഹൃദയം, നിന്റെ മനസ്സ് നീ തകർത്ത് കളയരുത്. നിന്നെ രക്ഷിപ്പാനും നിന്നെ ശക്തിപ്പെടുത്തുവാനും നിന്നെ വിടിവിക്കുവാനും നിന്നെ ഉന്നതത്തിലേക്ക്, ഉയരങ്ങളിലേക്ക് കൊണ്ടുവരുവാനും കർത്താവായ യേശു ക്രിസ്തു നിനക്ക് തുണയായിട്ടുണ്ട്, കൂട്ടാളിയായിട്ടുണ്ട്. അവൻ നിനക്ക് ദൈവമായിട്ട് നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യും. നിന്റെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് കണ്ണുനീര് തുടയ്ക്കുവാൻ എന്റെ കർത്താവിന് കഴിയും കേട്ടോ. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുമോ? ദൈവം അങ്ങനെ തന്നെ ചെയ്യും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, എന്നാൽ മനുഷ്യരോ കർത്താവിന്റെ നീതി ന്യായങ്ങളിൽ പ്രകാരം നടക്കാതെ പാപം ചെയ്ത് ദൈവസ്നേഹമില്ലാത്തവരായി തീർന്നു. മനുഷ്യൻ
അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതി വ്യവസ്ഥയിലൂടെ നടക്കാതെ, അല്ലെ പാപം ചെയ്ത് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ദൈവസ്നേഹം നഷ്ടപ്പെട്ടു. അവർ ദൈവസന്നെ കുറ്റക്കാരായി മാറി, കുറ്റവാളികളായി മാറി. അല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ നീതി മുഴുവനും അവർ അഴുക്കു നിറഞ്ഞ പഴംതുണിക്ക് സമാനമാക്കി വെച്ചു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ നീതി, കർത്താവിന്റെ അല്ലെങ്കിൽ വ്യവസ്ഥ, വചനത്തെയൊക്കെ അഴുക്ക് നിറഞ്ഞ പഴംതുണിക്ക് സമാനമായി ഒരു കൂട്ടം ജനം മാറ്റിവെച്ചിട്ട് അവർ സ്വയം നീതീകരിക്കുന്നു. അങ്ങനെ നീതീകരിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്റെ ആനർത്ഥം എത്ര പെട്ടെന്ന് വരുമെന്ന് നീ തിരിച്ചറിയണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, കർത്താവ് കൃപയായി ആ പഴംതുണിയെ നീക്കിക്കളഞ്ഞ് തന്റെ നീതിയിൻ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. ഓർത്തു നോക്കിയേ, നിങ്ങൾ ചവിട്ടി മെതിച്ച് കളഞ്ഞ കർത്താവിന്റെ നീതിയെ പഴംതുണി പോലെ നിങ്ങൾ ആക്കിക്കളഞ്ഞെങ്കിൽ ആ പഴംതുണി പോലെയുള്ള അവസ്ഥയെ ദൈവം നീക്കിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ വിശ്വാസത്തിൽ നീതിയുടെ വസ്ത്രങ്ങളെ ദൈവം നിന്നെ ധരിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അതെ, വിശ്വാസത്തോടുകൂടി നീ ദൈവസന്നിധിയിൽ നിൽക്കുന്നെങ്കിൽ നീതിயின் വസ്ത്രങ്ങളെ ദൈവം നിന്നെ ധരിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നിന്നെ വിശ്വാസത്തിലൂടെ നീതിമാനാക്കിയെടുക്കുവാൻ യേശു ആഗ്രഹിക്കുക. രക്തം ചെയ്യും. അപ്പം ദൈവം നിങ്ങളെ നീതിயின் വസ്ത്രം ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 5-ാം വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനെ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നതാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കാം. ഹല്ലേലൂയ. പ്രവർത്തിക്കാത്തവൻ എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നതാണ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ കണക്കിടിലും ഹല്ലേലൂയ മനുഷ്യന്റെ നീതിയും എന്നുള്ളതാണ് ഇവിടെ വിഷയം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെയും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തെയും വിശ്വസിച്ചുകൊണ്ട് നാം ദൈവത്തിന് കീഴ്പ്പെടുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അനുസരിച്ച് നാം ദൈവത്തിന് കീഴ്പ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം ദൈവത്തെ അവന്റെ വചനത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വചനാധിഷ്ഠിതമായി ജീവിക്കുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യേണ്ട പ്രവൃത്തി. ഹല്ലേലൂയ. അങ്ങനെയാണ് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമൊക്കെ ദൈവത്തിന് നീതീകരിക്കപ്പെട്ടു. അതാണ് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവൻ ന്യായപ്രമാണത്താൽ അല്ല വിശ്വാസത്താലത്രേ നീതീകരിക്കപ്പെട്ടത്. അബ്രഹാമിന്റെ നീതീകരണത്തിന്റെ വ്യവസ്ഥകളിൽ അതിന്റെ അടിസ്ഥാനവും അനുഗ്രഹങ്ങളും പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിങ്ങളും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നിങ്ങളുടെ മുമ്പത്തെ അവസ്ഥകളെ മാറ്റിക്കളഞ്ഞ്, നിങ്ങളുടെ മുമ്പത്തെ ജീവിത രീതികളെ മാറ്റിക്കളഞ്ഞ് ദൈവഹിതം നിങ്ങൾ മനസ്സിലാക്കി ദൈവവചനം അനുസരിച്ച് വിശ്വാസത്തോടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദൈവം നൽകുന്ന സകല അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളുടെ മേൽ വരാൻ തുടങ്ങും. ഹല്ലേലൂയ. അബ്രഹാമിനെ കൽദയ പട്ടണമായിരിക്കുന്ന ഊരിൽ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവം വാഗ്ദത്തം ചെയ്ത കനാനിലേക്ക് യാത്ര ചെയ്യുവാൻ അബ്രഹാം ഒരുക്കം ആരംഭിച്ചപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ പലവിധമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വന്നു. ഹല്ലേലൂയ. എന്നാൽ അവിടെയൊന്നും അബ്രഹാമിനെ തകർത്ത് കളയാതെ അവയെല്ലാറ്റും യഹോവ അബ്രഹാമിനെ വിടുവിച്ച് ദൈവം പറഞ്ഞു വെച്ച വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, അബ്രഹാമിലൂടെ ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും അബ്രഹാമിന്റെ മക്കളായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കിയെടുക്കാൻ കഴിയണം. ആ അനുഗ്രഹങ്ങളെ നമ്മൾ പ്രാപിക്കണം. അതുകൊണ്ട് ദൈവവചന വ്യവസ്ഥയിൽ നിങ്ങൾ ജീവിക്കണം. രക്തം ചെയ്യണം. ദൈവത്തിന്റെ വചനത്തിലും വ്യവസ്ഥയിലും ജീവിക്കണം. രക്തം ചെയ്യും. അപ്പം ദൈവത്തിന്റെ വചനത്തിലും വ്യവസ്ഥയിലും ജീവിക്കണമെങ്കിൽ നാം കർത്താവിനെ അനുസരിക്കണം, കർത്താവിനെ കീഴ്പ്പെടുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കർത്താവുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കണം. രക്തം ചെയ്യും. നിങ്ങളുടെ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും യേശുക്രിസ്തുവുമായുള്ള വലിയ ബന്ധമുണ്ടായിരിക്കണം നിങ്ങൾക്ക്. രക്തം ചെയ്യും.
അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ആരംഭം തൊട്ട് എന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ചു വേർതിരിച്ച നാളെ തൊട്ട് അബ്രഹാമിന്റെ മരണം വരെയും അബ്രഹാം ദൈവത്തോട് ചേർന്ന് നിന്നു. അബ്രഹാം ദൈവത്തോട് ചേർന്ന് പ്രവർത്തിച്ചു. ദൈവവാക്കുകൾ കേട്ട് ദൈവവചനം അനുസരിച്ച് പ്രമാണത്തിൽ വിശ്വസിച്ചു, വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചു. പിന്നത്തെ ദൈവം അബ്രഹാമിനെ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് രേഖപ്പെടുത്തി. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതേ ശ്രോതാവേ, നീ ദൈവത്തിൽ നല്ലൊരു സാക്ഷ്യം പ്രാപിക്കണം. രക്തം ചെയ്യും. അബ്രഹാമിനെ പോലെ നല്ലൊരു സാക്ഷ്യമുള്ളവളായി നിന്റെ ജീവിതത്തെ പണിതെടുക്കുവാൻ നീ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ഇന്നലകളിലെ കഷ്ടങ്ങൾ മാറി, വേദനകൾ മാറി, നൊമ്പരങ്ങൾ മാറി ദൈവം നിന്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. രക്തം ചെയ്യും. നിന്റെ കടബാധകൾ മാറും, നിന്റെ നൊമ്പരങ്ങൾ മാറും, നിന്റെ ദുഃഖങ്ങൾ മാറും, നിന്റെ രോഗങ്ങൾ മാറും, നിന്റെ ഭവനത്തിൽ നിന്റെ തലമുറ അലട്ടുന്ന ശാപങ്ങൾ മാറി എല്ലാ പ്രതിസന്ധികളിൽ തരണം ചെയ്ത് നിനക്ക് ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കത്തക്ക നിലയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഹല്ലേലൂയ. ഇന്ന് പകൽ വേദനയുടെ കണ്ണുനീരിന്റെ നദിയിലൂടെ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത് അബ്രഹാമിന്റെ അനുഗ്രഹത്തെ ദൈവം നിന്റെ മേൽ പകർന്നിട്ട് ഹല്ലേലൂയ നിന്നെ ദേശത്ത് മാനിച്ചുയർത്താൻ ദൈവം ആഗ്രഹിക്കുക. സ്തോത്രം. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത് നിനക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. യുവാക്കന്മാരോട്, യുവജനത്തോട് പറയട്ടെ, യൗവനക്കാരോട് പറയട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തം നിനക്കുള്ളതാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിനക്കുള്ളതാണ്. ഹല്ലേലൂയ. അത് പ്രാപിക്കുവാൻ നീ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് വചനപ്രകാരം നീ നീതിമാൻ എന്ന പദവിയിലേക്ക് വരണം. ഹല്ലേലൂയ. നീ നീതിമാനായി മാറണം. നീതിയുള്ളവളായി മാറി ഹല്ലേലൂയ അനീതിയുടെ സകല കറകളെ നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തെറിഞ്ഞ് സ്തോത്രം നീ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ നിൽക്കണം. രക്തം ചെയ്യും. അവിടെയാണ് ദൈവം നിന്നെ മാനിക്കുന്നത്. അവിടെയാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. നിന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ വിടിവിക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. ശത്രുക്കും മേശകനെ എരിയുന്ന തീച്ചൂളിലേക്ക് എറിഞ്ഞ് കളഞ്ഞെങ്കിലും ആ കഷ്ടതയുടെ നടുവിലേക്ക് നാലാമനായി ഇറങ്ങി വന്ന് അവരെ വിടിവിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ജീവിതത്തിൽ കഷ്ടതയുടെ തീച്ചൂളിലേക്ക് നീ ഇറങ്ങിപ്പോയാലും, അത് നിന്നെ ഭാരപ്പെടും തോന്നിയാലും, നിന്നെ നൊമ്പരപ്പെടും തോന്നിയാലും, നിന്നെ നശിപ്പിച്ച് കളയുമെന്ന് നിനക്ക് തോന്നിയാലും, നാലാമനായി ഇറങ്ങി വന്ന് ശത്രുക്ക് മേശകിന് അബീനോവിനെ വിടിവിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് പകൽ നിന്റെ സകല കഷ്ടങ്ങൾ നിന്നെ വിടിവിച്ച് ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക. രക്തം ചെയ്യാം. വിശ്വസിക്കുന്ന ദൈവത്തിനെതിരെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ട്, ദൈവത്തെ ഒന്ന് വാഴ്ത്തി തുടങ്ങിയാട്ട്, ഹല്ലേലൂയ. സ്തുതികളെ മേൽ വസിക്കുന്നവൻ, ആരാധനയ്ക്ക് യോഗ്യവൻ, സകല മഹത്വത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനായവൻ യേശുക്രിസ്തു മാത്രമാ. ആ യേശുക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ നീ ഉയർത്തുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ ഉയർത്തുന്ന, നിന്റെ കുടുംബത്തിൽ ഉയർത്തുന്ന, നിന്റെ വാക്കുകളിലൂടെ, നിന്റെ നോട്ടത്തിലൂടെ, നിന്റെ കേൾവിയിലൂടെ യേശുക്രിസ്തുവിനെ നീ ഉയർത്തി കാണിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്തെ സകല ശോധനകളെ നീക്കി ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ആമേൻ. നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനാ. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന് വലിയ കരങ്ങളൊക്കെ തട്ടി ദൈവത്തെ സ്തുതിച്ച് ആമേൻ പറഞ്ഞ് ആ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാനുള്ള വലിയൊരു ആഗ്രഹം നിന്റെ ഹൃദയത്തിൽ നിറയട്ടെ. രക്തം ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനത്തെ ആരെല്ലാം വിശ്വസിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടോ അവരൊക്കെ ജീവിതത്തിൽ ഉയർത്തപ്പെട്ടിട്ടുണ്ട്, മാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ 34:19 വാക്യം മറക്കരുത്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിനും യഹോവനെ വിടിവിക്കുന്നു. അതെ, നീതിമാൻ അനവധി അനർത്ഥങ്ങൾ കടന്നു വരും. നിങ്ങൾ നീതിമാനായി ജീവിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ, വചനത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനവധി അനർത്ഥങ്ങൾ കടന്നു വരും. അനർത്ഥങ്ങൾ കണ്ട് നീ ഭാരപ്പെട്ടു പോകുവാനല്ല, നിലവിളിക്കുവാനല്ല. അനർത്ഥങ്ങളെ കണ്ട് നീ പിന്മാറി പോകുവാനല്ല. കർത്താവ് പറയാണ്, ആ സകല അനർത്ഥങ്ങളും അവയെല്ലാറ്റിനും യഹോവ അവനെ വിടിവിക്കുന്നത്. നീതിമാന്റെ ജീവിതത്തിൽ വരുന്ന സകല അനർത്ഥങ്ങളും യഹോവ നിന്നെ വിടിവിക്കും കേട്ടോ. രക്തം ചെയ്യും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്ന ദൂത്, ചിലർ വലിയ അനർത്ഥങ്ങളിലൂടെ കടന്നു പോകുന്നു, വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു, വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, അതിനെല്ലാം ദൈവത്തിനെ വിടിവിക്കുവാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും.
നീ കടന്നു പോകുന്ന സകല പ്രശ്നത്തിൽ നിന്നും ദൈവം തന്നെ വിടിവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, ശക്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് കഴിയാത്തതിനെ സാധ്യമാക്കി തരുന്നവൻ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യുവാൻ പോകുക. രക്തം ചെയ്യും. പ്രൈസലോ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സദൃശ്യവാക്യം നിങ്ങൾ ആവർത്തിച്ച് വായിച്ചു നോക്കണം. സദൃശ്യവാക്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് വായിച്ചു നോക്കണം. മുമ്പൊന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞാൽ നീതിയുടെ പാതയിലൂടെ നടക്കുവാനായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് ഹല്ലേലൂയ സദൃശ്യവാക്യം എന്ന് പറയുന്നത്. മാത്രമല്ല നീതിമാന്മാരെ സൃഷ്ടിക്കുന്നതുമാണ് ആ വചനം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ സദൃശ്യവാക്യം വായിക്കുമ്പോൾ നീതിയുടെ പാതയിലൂടെ നിങ്ങൾ നടക്കുവാൻ ദൈവാത്മാവ് നിങ്ങൾക്ക് പ്രേരണ തരും. മാത്രമല്ല നിങ്ങൾ സദൃശ്യവാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നീതിമാനെ നിങ്ങൾ തന്നെ സൃഷ്ടിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു നീതിമാനെ നമ്മൾ സൃഷ്ടിക്കണം. സ്തോത്രം. നമ്മുടെ ഉള്ളിൽ ഒരു അനീതി കെട്ടവനുണ്ട്. അനീതിയുടെ അനുഭവം, അനീതിയുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അനീതിയുടെ ആത്മാവിനെ ഞാൻ നിങ്ങളും പുറത്തെറിഞ്ഞ് കളഞ്ഞിട്ട് നമ്മുടെ ഉള്ളൊരു നീതിമാനെ സൃഷ്ടിക്കണം. ദൈവം നമുക്ക് വ്യക്തിപരമായിട്ട് അവകാശ സ്വാതന്ത്ര്യം തന്നിരിക്കുക. അല്ലെങ്കിൽ കീടങ്ങളെ നീക്കിക്കളഞ്ഞിട്ട്, സ്തോത്രം, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഉള്ളിലെ കീടങ്ങളെ നീക്കിക്കളഞ്ഞിട്ട്, നിന്റെ ഉള്ളിലെ അനീതിയെ നീക്കിക്കളഞ്ഞിട്ട് നിന്റെ ഉള്ളിൽ നീതിമാനെ നീ സൃഷ്ടിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നീതിമാനെ നിങ്ങൾ സൃഷ്ടിച്ചാൽ ഹല്ലേലൂയ നിങ്ങളെ നീതിയുടെ പാതയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളെന്ന് വിളിക്കപ്പെടുമെന്ന് നമ്മൾ റോമാലേഖനത്തിലൊക്കെ വായിക്കുന്നത്. സ്തോത്രം. അപ്പൊ നിങ്ങളെ ദൈവാത്മാവ് നടത്തണം. വീണ്ടും ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം നാം വായിക്കുമ്പോൾ കർത്താവിനും അബ്രഹാമിനും ഇടയിൽ നടന്ന സംഭാഷണം, ഹല്ലേലൂയ, നീതിമാന്മാരെ കുറിച്ചുള്ള സംഭാഷണം, ഹല്ലേലൂയ, സ്തോത്രം. അതിനകത്ത് അനേക ദൈവിക രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ നമ്മളെ നീതിയുടെ പാതയിലേക്ക് നടത്തും. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമും ദൈവമായിട്ട് സംസാരിച്ച സംഭാഷണത്തിന് നടുവില് ഞാനും നിങ്ങളും ഇരുന്ന വചനം വായിക്കുകയാണെങ്കിൽ അതിൽ ദൈവം പറഞ്ഞ അബ്രഹാമിനോട് സംസാരിച്ച സംസാരത്തിനിടയിലുള്ള ഒരുപാട് ഹല്ലേലൂയ സ്തോത്രം നീതിയുടെ അനുഗ്രഹങ്ങളെ ദൈവിക രഹസ്യങ്ങളെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ ദൈവവചനത്തിന് വേണ്ടി ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. ഒരു നഗരത്തിൽ കുറഞ്ഞ പക്ഷം 5 നീതിമാന്മാരെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. 50 നീതിമാന്മാർ ഉണ്ടായിരുന്നാൽ നഗരം മുഴുവനും കർത്താവ് രക്ഷിക്കും. ആ പട്ടണത്തിൽ ഉണർവിനെ വരുത്തും. 10 നീതിമാന്മാർ ഉണ്ടായിരുന്നാൽ കർത്താവ് പട്ടണത്തെ നശിപ്പിക്കുകയില്ല. ഒരു നീതിമാൻ മാത്രമേ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഉള്ളൂ എങ്കിൽ ആ നീതിമാനെ ആ പട്ടണത്തിൽ ദൈവം പുറത്തു കൊണ്ടുവന്ന് രക്ഷിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. അതാണ് നമ്മൾ സോദോം ഗോമോറയുടെ ബന്ധത്തിൽ പഠിക്കുമ്പോൾ സോദോം ഗോമോറയുടെ നാശത്തിന് മുമ്പ് നീതിമാനായ ലോത്തിനെ ദൈവം അവിടെ എന്ത് ചെയ്തു? ആ പട്ടണത്തിനകത്ത് പുറത്തു കൊണ്ടുവന്ന് വിടിവിച്ചവനാ. അതുകൊണ്ടാണ് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിനും യഹോവനെ വിടിവിക്കുന്നു പറഞ്ഞ പോലെ സോദോം ഗോമോറയുടെ പാപം സ്വർഗത്തിലെത്തി. ആ ജനത്തിന്റെ അകൃത്യം സ്വർഗത്തിലെത്തി. സോദോം ഗോമോറയെ ദൈവം നശിപ്പിക്കുവാൻ പ്ലാൻ ചെയ്തു. ദൈവത്തിന്റെ ആലോചന ദൂതന്മാർ മുഖാന്തരം ലോത്തിനെ അറിയിച്ചു. ഹല്ലേലൂയ. ലോത്ത് പട്ടണം വിട്ടു പോകാൻ താമസിച്ചപ്പോൾ എന്ത് ചെയ്തു? ദൂതന്മാർ അവനെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് പട്ടണത്തിന് വെളിയിലാക്കി. ഹല്ലേലൂയ. പട്ടണത്തിന് വെളിയിലാക്കി ലോത്തിനെ തന്റെ മക്കളെ അവിടുന്ന് രക്ഷിച്ചതായിട്ടും കാണാൻ കഴിയും. അതെ, നീതിമാനെ ദൈവം വിടിവിക്കുന്ന ദൈവമാണ്. രക്തം ചെയ്യും. അപ്പൊ നീതിമാനെ ദൈവം വിടിവിക്കും. ഹല്ലേലൂയ. നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് നിങ്ങൾ ഒരു നീതിമാനെ ഉള്ളെങ്കിലും ഹല്ലേലൂയ അവിടെ ഒരു അനർത്ഥം സംഭവിക്കുമ്പോൾ നിങ്ങൾ നീതിമാനാണെങ്കിൽ നിങ്ങളെ അതിൽ നിന്ന് ദൈവം വിടിവിക്കും. രക്തം ചെയ്യും. ഹല്ലേലൂയ. ലോത്തിനെ വിടിവിച്ചതുപോലെ വിടിവിക്കുക ശക്തനായ ദൈവമാ. സമയത്ത് ദൈവം ദൂതനെ അയക്കും. സമയത്ത് ദൂതൻ നിന്റെ കാതുകളിൽ ശബ്ദം തരും. സമയത്ത് ദൂതൻ നിനക്ക് ദർശനം തരും. ഹല്ലേലൂയ. നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ രക്ഷിപ്പാൻ കർത്താവിന് കഴിയും. രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ കരമൊക്കെ അടിച്ച് ദൈവത്തിന് സ്തുതിച്ച് രാമൻ പറഞ്ഞാട്ട് ദൈവത്തിന്റെ വചനം നിന്നോട് അറിയിക്കുന്ന ദൂതുകളാണ്.
വ്യക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സോദോം ഗോമോരയിൽ ലോത്ത് മാത്രമേ നീതിമാനായി ഉണ്ടായിരുന്നുള്ളൂ. നാൾതോറും അധമ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞുപോയ നീതിമാനായി ലോത്ത് എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി. 2 പത്രോസ് ലേഖനം 2-8 വാക്യത്തിൽ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചു. ഹല്ലേലൂയ. ആകെ കർത്താവ് ലോത്തിനെയും അവന്റെ കുടുംബത്തെയും സോദോമിന്റെ നാശത്തിൽ രക്ഷിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഹല്ലേലൂയ നീതിമാന്മാരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. നിങ്ങളുടെ കുടുംബം നീതിമാന്മാരായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. അതെ, നിങ്ങളുടെ കുടുംബം ദേശത്ത് നീതിമാനായിരുന്നാൽ ദേശത്ത് വരുന്ന അനർത്ഥത്തിൽ നിന്ന്, ദേശത്ത് വരുന്ന പ്രശ്നത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. നിന്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വിടുതലയിക്കും. ഹല്ലേലൂയ. ആമേൻ. നീ നീതിമാനായി ജീവിച്ചാൽ നിന്നെ ഒരിക്കലും ലോകത്തിന് തകർക്കാൻ കഴിയത്തില്ല, ലോകത്തിന് നശിപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമായി നിനക്കെതിരെ പെരുകി വന്നാലും, ആമേൻ, അസംഖ്യമായ പ്രശ്നങ്ങൾ നിന്റെ നേരെ വന്നാലും, അനവധി ചോദ്യചിഹ്നങ്ങൾ നിനക്കെതിരെ ഉയർന്നാലും, അനവധി വെല്ലുവിളികൾ പരീക്ഷകൾ നിന്റെ ജീവിതത്തിൽ വന്നാലും, അവയെല്ലാറ്റിൽ നിന്ന് യഹോവ നിന്നെ വിടുവിക്കും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവിന്റെ വ്യവസ്ഥ നീതിക്കനുസരിച്ച് നിന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് നീതിയായി കണക്കിട്ടുന്ന ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നീ ദൈവത്തിൽ വിശ്വസിച്ച് യാത്ര ചെയ്യുന്നെങ്കിൽ രക്തം ചെയ്യാൻ, ദൈവത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് യാത്ര ചെയ്യുന്നെങ്കിൽ നിന്റെ സകല പ്രതിസന്ധികളെ നടുവിൽ ദൈവം നിന്നെ വിടുവിച്ച് നിന്നെ ഉന്നതമായ നിലയിൽ എത്തിച്ച് നിന്നെ ഉന്നതമായി വഴിയിലൂടെ കൊണ്ടുപോയി ശ്രേഷ്ഠകരമായ ചിലതൊക്കെ ദൈവം നിനക്ക് മുമ്പിൽ ഒരുക്കി തരാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യാം. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തിൽ സ്തുതിച്ചാട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ വിഷയങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ നീ പ്രാർത്ഥിച്ച വിഷയങ്ങൾ, കണ്ണീരോടെ ദൈവത്തിൽ ഉപവസിച്ച വിഷയങ്ങൾ, പലരുടെ മുമ്പിൽ നീ ചെറുതായി പോയ അനുഭവങ്ങളുണ്ട്, പലരുടെ മുമ്പിൽ തല താഴ്ത്തേണ്ടി വന്ന അനുഭവങ്ങളുണ്ട്, പലരും നിന്നെ താഴ്ത്തിക്കളഞ്ഞ് ഒറ്റപ്പെടുത്തിയ ചില സാഹചര്യങ്ങളുണ്ട്. അതിന്റെ നടുവിൽ മാനിച്ചുയർത്തുന്നവനാണ് യേശു. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ മാനിച്ചുയർത്തി നിന്നെ നിന്ദിച്ചയുടെ മുമ്പിൽ നിന്റെ തലയെ ഉയർത്താൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നിന്നോട് പറയുന്നത്, ദൈവ വചനത്തിന്റെ നീതിയിൽ നീ ജീവിക്കുന്നെങ്കിൽ രക്തം ചെയ്യും. ആ നീതിയുടെ വചനം മുഖാന്തരം നിന്റെ ജീവിതത്തിന്റെ എല്ലാ കെടുകളെ നീക്കി ദൈവം നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവത്തിന്റെ വചനമൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ ദൈവം ചെയ്ത ചില ഉപകാരങ്ങളെ ഓർക്കാറുണ്ട്, ദൈവം ചെയ്ത നന്മകളെ ഓർക്കാറുണ്ട്, ദൈവത്തിന്റെ നീതിയുടെ വചനങ്ങളെ ഓർക്കാറുണ്ട്. പലപ്പോഴും തകർന്നു പോകാമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, തകർന്ന് നശിച്ചു പോകാമായിരുന്ന സന്ദർഭം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ കഷ്ടങ്ങൾ, പരിശോധനകൾ വന്ന സമയങ്ങളുണ്ട്. അവിടെയൊക്കെ നീതിയുടെ വചനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ നീതിക്ക് വേണ്ടി ഹൃദയത്തെ മനസ്സിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നീതിമാനായ കർത്താവിന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്ത എനിക്ക് നേരെ കടന്നു വന്ന് സകല പരിശോധനകളെ നീക്കി. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ തല ഉയർത്തി പിടിക്കുവാൻ ദൈവം എന്നെ ശക്തനാക്കി. അതുകൊണ്ട് ആ ദൈവം തന്നെ നിങ്ങളോട് പറയുന്നത്, നിന്റെ തല താഴ്ന്നിടത്ത് ദൈവം നിന്റെ തല ഉയർത്താൻ ശക്തനാണ്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന ഇതാണ്. ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ആദ്യമായി നീതിമാൻ എന്ന് കർത്താവിൽ സാക്ഷ്യം നേടിയവൻ നോഹയാ. ആദ്യമായി നീതിമാൻ എന്ന പേരിന് കർത്താവിന് സാക്ഷ്യം നേടിയവൻ ആരാ? നോഹയാണ്. അല്ലെങ്കിൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കരമായിരുന്നതിനാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. അന്നത്തെ ലോകം മുഴുവനും ജലപ്രളയത്തിനാൽ നശിക്കപ്പെടുമ്പോൾ നോഹയും കുടുംബവും പെട്ടകത്തിൽ കാത്തു സൂക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-8 വാക്യം 7 1 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ആ കാലഘട്ടത്തിലുള്ള ജനം മുഴുവൻ അനീതിയിൽ നിറഞ്ഞു കഴിഞ്ഞു, അക്രമത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. ദൈവം ജനത്തെ പ്രളയത്താൽ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. പക്ഷെ നീതിമാനായ ലോത്തിനെയും ലോത്തിന്റെ കുടുംബത്തെയും ദൈവം അതിൽ നിന്ന് കാത്തു പിടിവിച്ചു, അല്ലെങ്കിൽ കാത്തു രക്ഷിച്ചു. അതാണ് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്ന യഹോവ എല്ലാറ്റിൽ നിന്നും അവരെ വിടുവിക്കുക എന്ന് പറയുന്നത്. അതേ പ്രിയരെ, നിന്നെ ഒരിക്കലും ദൈവം തകർത്ത് കളയത്തില്ല, നിന്നെ ദൈവം മാനിച്ചുയർത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്ന അവ എല്ലാവരും അവൻ വിടുവിക്കുന്നു. 34 സംഘത്തിന്റെ 15 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ യഹോവയുടെ കണ്ണ്, സ്തോത്രം, നീതിമാന്മാരുടെ മേലും, ഹല്ലേലൂയ, അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു.
രക്തജയം. അത് ദൈവത്തിന് നീ നീതിമാനാണോ? ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ കണ്ണ് ആമേൻ നിന്റെ മേലുണ്ട്. അവന്റെ ചെവി നിനക്ക് വേണ്ടി, നിന്റെ നിലവിളിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ഇന്ന് പകൽ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമോ ശ്രോതാവേ? നിന്റെ ജീവിതത്തിലെ കഷ്ടനഷ്ട വേദന ദുഃഖങ്ങളെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചിട്ട് നീ കടന്നു പോകുന്ന പ്രതിസന്ധികളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് നിനക്ക് കർത്താവിനോട് പറയുമോ, കർത്താവേ, എന്റെ ഉള്ളിൽ അനീതിയുടെ അനുഭവത്തെ നീക്കിക്കളഞ്ഞ് ആ നീതിയുടെ വചനങ്ങളെ എന്റെ ഹൃദയത്തിൽ തന്ന് അങ്ങേക്ക് വേണ്ടി ആദ്യത്തോട് നിൽപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ സന്നിധി എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക അല്ലേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞാട്ട്, യേശുവേ, ഞാൻ അങ്ങയുടെ സന്നിധി പൂർണ്ണമായി നീതീകരിച്ച് നീതിമാനായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ലോകത്തിന്റെ അനീതിയും അനീതിയുടെ ഒന്നും വേണ്ട, എനിക്ക് അങ്ങ് മാത്രം മതി. ഹല്ലേലൂയ. അങ്ങന്റെ ജീവിതത്തിൽ നിറഞ്ഞ് കർത്താവിൽ നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് തല താഴ്ത്തിട്ട് അങ്ങ് മാനിച്ചുയർത്താൻ ശക്തനായ ദൈവമാണ്. ഞാനത് വിശ്വസിക്കുന്ന കർത്താവ് അവിടുത്തെ കരങ്ങളിൽ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നത് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ട് ചെറിയൊരു വലിയൊരു കേരളത്തിൽ ഭാരത ലോക രാജ്യം 800 കോടിയിലധികം ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണ മേധാവികൾ സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ രാജാക്കന്മാർ രാജ്യമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവികൾ ഗോത്രങ്ങൾ ദ്വീപുകളെ ആദിവാസി മേഖല ട്രൈബൽ മേഖലകളെ വിവിധ ഗോത്ര വിഭാഗങ്ങളെ ഭരിക്കുന്ന എല്ലാവരും അവിടെ ആയിരിക്കും ജനതയിൽ കർത്താവിയുടെ കരസേന വ്യോമസേന നാവികസേന അധികാരികൾ അതിർത്തികൾ കാക്കുന്ന BSF CRP നിയമ പാലകർ ക്രമസമാധാന പാലകർ ഗ്രാമീകർത്താൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ പോലീസിന്റെ വിവിധമായ വകുപ്പുകൾ കോടതി അനുബന്ധമായ വിവിധ സെക്ഷനുകളെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന യാത്ര ചെയ്ത് നിർമ്മിതാക്കളെ സഞ്ചരിക്കുന്നവരെ കർത്താവ് സമുദ്രത്തിൽ ആടുകൾ ചോദിക്കുന്നവർ സമുദ്രത്തിലായിരിക്കുന്നവർ കടലൂര വാസികൾ മത്സ്യബന്ധനായിരിക്കുന്നവർ വിവിധ കനികളിലും കമ്പനികളിലും ഫാക്ടറികളൊക്കെ ജോലി ചെയ്യുന്നവർ ഹല്ലേലൂയ. ചെറുതും വലുതുമായ വ്യാപാരികളെ വ്യവസായികളെ വഴിയോര കച്ചവടക്കാരെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ട്രേഡ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെ എല്ലാ പൊതുമേഖലയിൽ സഹകരണ മേഖലയും ബാഹ്യമേഖല വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന മത സാമൂഹ്യ സാംസ്കാരിക സംഘടന ചരിത്ര മാധ്യ മീഡിയ രംഗങ്ങളിൽ സയന്റിസ്റ്റ് എഞ്ചിനീയർമാർ ഹല്ലേലൂയ കർത്താവേ സകല മേഖലയുമായിരിക്കും ജനത്തെ എല്ലാ ഭരണവിരുദ്ധ പാർട്ടികളെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ തലമുറകൾക്കായി മദ്യത്തിന് മയക്കുമരുന്ന് ലഹരിപത സകല ചൂതാട്ട ജനിക ജീവിതത്തിൽ അകപ്പെട്ട് കിടക്കുന്നവർ വിടിവിക്കപ്പെടുക തീവ്രവാദ ഭീകരവാദ വർഗീയത്തിൽ അകപ്പെട്ട് വിടിവിക്കപ്പെട്ട് മടങ്ങി വരുവാൻ സുവിശേഷ വിരോധികളുടെ മാനസാന്തനായി പിന്മാറ്റക്കാരുടെ മടങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനസമാധാനത്തോട് സന്തോഷ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ജനത്തെ നയിക്കണമേ. ഹല്ലേലൂയ. കേരളത്തിലും ഭാരത വിദേശ രാജ്യങ്ങൾ കടന്നു ജോലി ചെയ്യുന്ന കഷ്ടം സഹിക്കുന്നവർ വളരെ വേദന അനുഭവിക്കുന്നവർ സാലറി കിട്ടാതെ അല്ലെങ്കിൽ ജോലി മുടങ്ങി വിസ നഷ്ടപ്പെട്ട് നാട്ടിൽ കടന്നൊഴിക്കാതെ വിവിധ ക്രിമിനൽ കേസിൽ അകപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർ വിദേശത്ത് ജോലിക്കായി കടന്നുകൊണ്ട് സൗകര്യമാർ വളരെ കഷ്ടതയിലും പീഡനത്തിലൂടെ കടന്നുപോകുന്ന ഈ സാഹചര്യങ്ങളില് ദൈവരെയൊക്കെ വിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. ദേശത്ത് കടത്താൻ പഠിക്കാൻ പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ഉന്നതമായ ജോലിക്ക് പരിവർത്തനത്തിനായി കടന്നു പോയിരിക്കുന്നത് എല്ലാ ദൈവം സൂക്ഷിക്കണമേ. ദേശത്തും വിദേശത്ത് കർത്താവിന്റെ പേരോട് ബന്ധത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരെ അവരുടെ കുടുംബങ്ങളെ തലമുറ സൂക്ഷിക്കണം. സുവിശേഷമുഖാൽ ജയിൽ ജീവിതം അനുഭവിക്കുന്ന ദൈവദാസന്മാർക്ക് വിടലും മോചനം കൊടുക്കണം. അധികാരികൾക്ക് മാനസാന്തരം കൊടുക്കണം. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർദ്ധക്യത്തിലും വൃദ്ധ സമയാചകർ ഓർഫനേജ് ഓൾഡേജ് തലമുറയിൽ ഉണ്ടായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്ക് മാനസാന്തരം കൊടുക്കണമേ. എല്ലാ സാമൂഹ്യ വ്യക്തികൾക്കും മാനസാന്തരം കൊടുക്കണമേ. പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. കർത്താവേ ജനത്തെ സന്ദർശിക്കണമേ. അകൃത്യങ്ങൾ വെടിഞ്ഞ് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ ഈ ജനതയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് എടുക്കണം യേശു കർത്താവിന്റെ വിധിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.